അപ്പോൾ ഇന്നാണ് സൺഡേ 18th ഓഗസ്റ്റ് ആൻഡ് ഐ എം ഗെറ്റിംഗ് റെഡി. ഓക്കെ, അപ്പോൾ ഇന്നാണ് ഞാൻ പറഞ്ഞ പ്രോഗ്രാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡിയായി. ഇനി നമുക്ക് പോകുന്ന വഴിക്ക് റഹുവിനെ പിക്ക് ചെയ്യണം. ലക്ഷ്മി വിൽ ഓൾസോ ജോയിൻ. അപ്പം ആ കമ്പനീൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ജിസാറും ജോയിൻ ചെയ്യും. അപ്പോൾ അങ്ങനെ ബാക്കി വിശേഷമൊക്കെ ഞാനിപ്പോൾ കാണിക്കും. നമ്മൾ ഓൾറെഡി ലേറ്റ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ HR ലക്ഷ്മി. ലക്ഷ്മിയുടെ വീട് പള്ളുരുത്തിയാണ്. സോ നമ്മൾ ഇത് ടീ ടൈം കമ്പനിപ്പടിയിലാണ് അവിടെ വെയിറ്റ് ചെയ്യുക. ബിക്കോസ് ഇന്നലെ നമ്മൾ കുറച്ച് സാധനങ്ങൾ കെട്ടിപ്പൂട്ടി കൊടുത്തു വിട്ടായിരുന്നല്ലോ. അപ്പോൾ ആ സാധനങ്ങളുമായിട്ട് അവർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ ആക്ച്വലി അവിടെ നിന്ന് എന്തോ സംസാരിച്ചു, പക്ഷെ നല്ല ഒച്ച കാരണം ഒന്നും കേൾക്കുന്നുണ്ടാവില്ലായിരുന്നു. അതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കുന്നു. ഞാൻ അവിടെ നിന്ന് പറയുന്നതാണ്. ലക്ഷ്മി സച്ച് എ സ്വീറ്റ് ഗേൾ. സോ ആക്ച്വലി ഇതാണ് എൻ്റെ ടീം: റഹ്മത്ത്, ലക്ഷ്മി ആൻഡ് മൈസെൽഫ്. അപ്പം റഹ്മത്ത് കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് തന്നെയാണ്, കരിയർ കൗൺസിലറാണ്. ലക്ഷ്മി HR കം നമ്മുടെ ഫസ്റ്റ് റെസ്പോണ്ടൻ്റ് ആണ്. സോ അങ്ങനെ പെട്ടിങ്കിടയ്ക്കൊക്കെ ആയിട്ട് പോയവർ തിരിച്ചു വന്നു, ജിസാർ ആൻഡ് കാക്കു. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് തോട്ടുമുഖത്തേക്ക് യാത്രയായി, പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക്. തോട്ടുമുഖം ശ്രീനാരായണ സേവക് സമാജ് എന്ന് പറയുന്ന ഈ സ്ഥലത്താണ് നമ്മൾ ആക്ച്വലി ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത്. അവിടെയുള്ള അത് ആക്ച്വലി ഒരു ഓർഫനേജ് ആണ്. അവിടെ ഒരു 100ഓളം കുട്ടികളുണ്ട് ആൻഡ് വയസ്സായിട്ടുള്ള അമ്മമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പേരൻസ് ഇല്ലാത്ത കുട്ടികൾ എന്നുള്ളതല്ല, ചിലരുടെ വീട്ടിൽ ഭയങ്കര സാമ്പത്തിക സ്ഥിതി മോശമായിട്ട് അല്ലെങ്കിൽ സിംഗിൾ പാരൻസ് ആയിട്ടുള്ളവർ, പിന്നെ കൂടുതലും ഈ വട്ടവട മൂന്നാർ അവിടെ നിന്നൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഇച്ചിരി സാരി കൊടുത്തിട്ട് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ കൂടെ കസാഡൽ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും ഉണ്ട്. അപ്പം അതിൻ്റെ കുറേ സർവരൊക്കെ വരുന്നതാണല്ലോ. എന്നാൽ പിന്നെ ഇച്ചിരി മെച്യൂരിറ്റി ഇരിക്കട്ടെ, പിള്ളകളിയാണെന്ന് വിചാരിക്കേണ്ട എന്ന് കരുതിയാണ് ഈ സാരിയൊക്കെ കൊടുത്തിട്ടുള്ള പ്രഹസനം. ഇൻഫാക്റ്റ് പ്രഹസനമല്ല, ഞാൻ പൊതുവേ അങ്ങനെ എന്തെങ്കിലും ട്രെയിനിങ്സിനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മുടെ ഐഡൻറ്റിറ്റി ഡെഫിനറ്റ്ലി മാറ്റേഴ്സ്. അപ്പം ഇന്നലെ രാത്രിയാണ് മൈക്ക് ഇവിടെ ഇല്ല എന്നുള്ളത് അറിഞ്ഞത്. ഒരു ടോക്കും ഉണ്ട്, അപ്പോൾ അദ്ദേഹത്തിന് മൈക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നലെ നട്ടപ്പാതിരേക്കാണ് ഇവർ പോയിട്ട് മൈക്കൊക്കെ സെറ്റ് ചെയ്തത്. നമുക്ക് ഇതൊരു ഓർഫനേജ് ആയതുകൊണ്ട് കുട്ടികളുടെ ഫേസ് ഒന്നും കാണിക്കാൻ പാടില്ല. സോ ഇത്രയും ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ഇത് നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് കുട്ടികൾക്ക് ഇന്നലെ നമ്മൾ പാക്ക് ചെയ്തില്ലേ, അത് ബാക്കി വന്നത് അവിടെ ഓർഫനേജിൽ ഏൽപ്പിച്ചു. ആൻഡ് ദിസ് ഇസ് ദ ടീം ഓഫ് കസാഡൽ അലോങ് വിത്ത് us. അപ്പോൾ നമ്മൾ കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്യിപ്പിച്ചായിരുന്നു കേട്ടോ. ആർട്ട് തെറാപ്പീൻ്റെ ആക്ടിവിറ്റിയൊക്കെ പിള്ളേർ ചെയ്യുന്നത് കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവരും നമ്മുടെ കൂട്ടത്തിലിരുന്ന് ചെയ്തു. ആൻഡ് ദെൻ ദിസ് വാസ് എ ഡെലീഷ്യസ് സദ്യ. എൻ്റെ പൊന്നെ, ഒന്നും പറയില്ല, അടിപൊളിയായിരുന്നു. അവിടുത്തെ അപ്പന്മാരുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം അതും കഴിച്ച് വയറ് നിറഞ്ഞ്, വയറ് മാത്രമല്ല മനസ്സ് നിറഞ്ഞാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇതാണ് അവരുടെ ഒരു ബ്രൗഷർ. ആൻഡ് ദിസ് ഇസ് പാർവതി ദേവി. അവരുടെ ഒരു ആഗ്രഹപ്രകാരമാണ് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. പെൺകുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ഒരു എൻറ്റയർ വിഷൻ എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംരംഭം അവർ തുടങ്ങിയത്. അപ്പോൾ എനിവേസ് വയറും മനസ്സും നിറഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേര് ഇൻ ബിറ്റ്വീൻ പോയി. ആൻഡ് ദെൻ വി ലെഫ്റ്റ്.